അതെ, കുറച്ചു നേരമെങ്കിൽ കുറച്ചു നേരം. എല്ലാം മറന്ന സമാധാനത്തോടെ എനിക്കൊന്ന് ഉറങ്ങണമെങ്കിൽ ഇതില്ലാതെ പറ്റില്ല. അവൻ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് വരെ ഇത് തുടരാനാ എൻ്റെ തീരുമാനം. എനിക്ക് അവനെ വേണം നന്ദേട്ടാ. അവനില്ലാതെ എനിക്ക് പറ്റില്ല. എന്നൊന്ന് മനസ്സിലാക്ക്. ഞാൻ നന്ദേട്ടൻ്റെ കാല് പിടിക്കാം. എൻ്റെ ധനുഷിനെ ശിക്ഷിച്ച് അവൻ തിരികെ ജയിലിലെത്തുന്നതിന് മുമ്പ് നന്ദേട്ടൻ്റെ സ്നേഹമോൾ ആത്മഹത്യ ചെയ്യും. ഇത് മദ്യത്തിന്റെ ലഹരിയിൽ ഞാൻ പറയുന്നതല്ല. ഞാൻ ചെയ്യൂന്ന് പറഞ്ഞ് ചെയ്തിരിക്കും. ഹലോ, സന്ധ്യ എവിടെയാ? ഹോസ്പിറ്റലിലാണോ? അല്ല, വീട്ടിലാ. എന്തു പറ്റി? ശബ്ദമൊക്കെ എന്താ വല്ലാതിരിക്കുന്നേ? എനിക്ക് സന്ധ്യ ഒന്ന് നേരിട്ട് കാണണമായിരുന്നു. നാളെ ഒന്ന് ഫ്രീ ആവോ? കാണാം. അത്യാവശ്യ കാര്യം വല്ലതാണെങ്കിൽ ഫോണിൽ കൂടെ ഇപ്പൊ തന്നെ പറഞ്ഞോ. ഇതങ്ങനെ പറയേണ്ട ഒരു കാര്യമല്ല സന്ധ്യ. വലിയൊരു കാര്യത്തിൽ തൻ്റെ അഭിപ്രായം അറിയാനാണ്. വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ശരിയോ തെറ്റോ എന്നറിയാതെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ട അവസ്ഥ വരുമല്ലോ എല്ലാ മനുഷ്യർക്കും. അങ്ങനൊരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ. എന്നെ അത്രയും മനസ്സിലാക്കുന്ന തന്നോട് തന്നെ ചോദിക്കുമെന്ന് കരുതി സംശയത്തോടെയാ ഞാൻ വിളിച്ചത്. പക്ഷേ എൻ്റെ ശബ്ദം നിടറിയപ്പോൾ എന്തു പറ്റിയെന്ന് ചോദിച്ച ആളോടല്ലാതെ ഞാൻ മറ്റാരോടാ എൻ്റെ ജീവിതത്തിലെ നിർണായകമായ ഒരു കാര്യത്തിൽ ഞാൻ അഭിപ്രായം ചോദിക്കുന്നത്? രാവിലെ കാണും, അപ്പം സംസാരിക്കാം നമുക്ക്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നന്ദൻ എപ്പോഴാന്ന് വെച്ചാൽ വിളിക്ക്. അതിന് സമയമൊന്നും നോക്കണ്ട. താങ്ക്സ്. നീ ഉറങ്ങിയില്ലേ? ഉറക്കം അതൊക്കെ നഷ്ടപ്പെട്ട് എത്രയോ കാലമായി. എന്നെ സമാധാനിപ്പിച്ച് ഉറക്കാനാണോ ഏട്ടത്തി ഇപ്പം ഇങ്ങോട്ട് വന്നേ? എങ്കിൽ അത് വേണ്ട. അതിന് ശ്രമിച്ച് നന്ദേട്ട ഇപ്പൊ തോറ്റു പുറത്തോട്ട് പോയതേ ഉള്ളൂ. എന്നെ സമാധാനിപ്പിക്കാൻ ഇപ്പൊ ഒറ്റൊരാൾക്കേ പറ്റൂ. ആ ആളാണ് ഈ ഇരിക്കുന്നത്. ഇതിങ്ങനെ കുടിച്ചു 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 ബോധം പോവും. അപ്പൊ ഞാൻ എൻ്റെ ധനുഷിനെ കാണും. കണ്ണ് നേരെ കാണും. മതിയാവോളം ഞങ്ങൾ സംസാരിക്കും. ഇതെനിക്ക് തന്നതിന് ഏട്ടത്തിയോടെ എനിക്ക് വളരെ നന്ദിയുണ്ട്. നീ നേരത്തെ എന്താ പറഞ്ഞത്? നന്ദേട്ടൻ ഇവിടെ വന്നിരുന്നോ? അതെ, വന്നിരുന്നു. എന്നോട് പറഞ്ഞു ധനുഷിനെ മറക്കാൻ. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? പറ്റില്ലെന്ന് മാത്രമല്ല, അവന് പുറത്തിറക്കി തന്നില്ലെങ്കിൽ ഞാൻ ചത്തുകളയൊന്നും പറഞ്ഞു. നന്ദേട്ടൻ അത് സീരിയസ് ആയിട്ട് എടുത്തോ ഇല്ലയെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷെ ഞാൻ പറഞ്ഞത് സീരിയസ് ആയിട്ടാ, മനസ്സിൽ തട്ടിയ. നന്ദേട്ടൻ തിരിച്ചു നിന്നോടൊന്നും പറഞ്ഞില്ലേ? ഒന്നും പറഞ്ഞില്ല. ഞാൻ കാല് പിടിച്ച് പറഞ്ഞിട്ട് പോലും ഒന്നും പറഞ്ഞില്ല. മോളെ, നീ ഒന്നുകൂടി ഒന്ന് ആലോചിക്ക. അവനെ നിനക്ക് ഇനിയും വേണോ? വേണം വേണം വേണം. ഇനിയാണ് അവനെ ശരിക്കും എനിക്ക് വേണ്ടത്. കൊല്ലും ഞാൻ അവനെ.
സ്നേഹിച്ച് സ്നേഹിച്ച് കൊല്ലും. അതെനിക്ക് അവനോടുള്ള പ്രതികാരം. എന്നെ ഇത്രയ്ക്ക് സ്നേഹിക്കുന്നതിനുള്ള മധുര പ്രതികാരം. ഞാനും ധനുഷും ഞങ്ങളുടെ പിള്ളേരും കൂടെ നല്ല രീതിയിൽ ജീവിക്കും. ജീവിച്ച് കാണിച്ചു കൊടുക്കും. ഞങ്ങളെ ദ്രോഹിച്ചവരുടെ മുന്നിൽ അന്തസ്സായിട്ട്, ദേ ഇങ്ങോട്ട് നോക്കേട്ടത്തെ, നല്ല അന്തസ്സായിട്ട് ജീവിക്കും. ഏട്ടത്തിയോട് ഞാനൊരു സത്യം പറയട്ടെ. ഏട്ടത്തി ആരോടും പറയരുത്. എന്താ നീ പറയേ, ഞാനാരോടും പറയില്ല. ഉറപ്പാണോ? അതെന്താ മോളെ, നിനക്ക് ഇടത്തെ അത്രയ്ക്ക് വിശ്വാസമില്ലേ? നീ പറയേ. ഞാൻ ഒരാളെ കൊല്ലും. അതും മനസ്സിൽ വെച്ചാ ഞാനിപ്പോ ജീവിക്കുന്നത്. അർച്ചനയാണോ? അവളെ കൊല്ലണം. നിന്റെ ജീവിതം നശിപ്പിച്ചത് അവളാ. നിന്റെ കൈകൊണ്ട് തന്നെ ആവണം അവള് മരിക്കേണ്ടത്. ഏയ്, അർച്ചനയൊന്നുമല്ല. പിന്നെ ആതിരയാണോ? അല്ല. പിന്നാരെയാ? അവനെ, ധനുഷിനെ. സ്നേഹിച്ചിട്ടായിരിക്കും. അതെ. ഏടത്തിക്ക് എങ്ങനെ മനസ്സിലായി? നേരെ ഒരുപാടായി. നീ കിടന്നുറങ്ങ്. ഇതിപ്പോ ഞാൻ എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്നുള്ളൊരു സ്റ്റാർട്ടിങ് ട്രബിൾ എനിക്കുണ്ട്. ഞാൻ പറയാൻ പോകുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. അതാണ് സന്ധ്യയോടുകൂടി ചോദിച്ച് ഒരു തീരുമാനത്തിലെത്താന്ന് കരുതിയത്. നന്ദൻ എന്തോ എന്നോട് പറയാം. ഒരു പരിധിവരെ ഞാനതിൽ അഭിപ്രായം പറയുകയും ചെയ്യും. അതുകൊണ്ട് എന്താണെങ്കിലും നന്ദൻ പറ. ഇന്നലെ വീട്ടിലൊരു സംഭവം ഉണ്ടായി. അവൻ തിരികെ ജയിലിലെത്തുന്നതിന് മുമ്പ് നന്ദേട്ടൻ്റെ സ്നേഹമോൾ ആത്മഹത്യ ചെയ്യും. ഇതിൽ ഞാനെന്ത് തീരുമാനം എടുക്കണമെന്ന് എനിക്കറിയില്ല. ധനുഷിനോട് ഒരിക്കലും ക്ഷമിക്കാൻ എനിക്കാവില്ലെന്ന് തീരുമാനിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെയൊരു സംഭവം. എൻ്റെ സ്നേഹമോളെ ഒരിക്കലും ഇങ്ങനെ കാണാനാവില്ല എനിക്ക്. ഒരാളെ അന്ധമായി സ്നേഹിക്കുകയും അയാള് നമ്മൾ ഉദ്ദേശിച്ച ആളെല്ലാം തിരിച്ചറിയുമ്പോൾ നെഞ്ചു തകരുന്നതും എത്ര വേദന ഉണ്ടാക്കുന്നതാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. കാരണം അവന്തിയിൽ നിന്ന് ഞാനത് അനുഭവിച്ചതാ. അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഇത്തിരി സമാധാനത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കില്ല നമ്മൾ. അങ്ങനെ ഒരു അവസ്ഥയിൽ സ്നേഹിക്ക് ആശ്വാസം കിട്ടാൻ അവൾ തിരഞ്ഞെടുത്ത വഴിയായത്. ധനുഷിനെ കിട്ടിയില്ലെങ്കിൽ ആത്മഹത്യ എന്നവൾ പറയുമ്പോൾ അവളെ സ്നേഹിക്കുന്നൊരു ഏട്ടൻ എന്ന നിലയിൽ ഞാൻ എന്ത് ചെയ്യുന്നുള്ളൊരു കൺഫ്യൂഷനിലാണിപ്പോൾ. സത്യം പറഞ്ഞാൽ സന്ധ്യയുടെ അഭിപ്രായം ചോദിക്കാതെ തന്നെ സ്നേഹിക്ക് അനുകൂലമായൊരു മറുപടി കൊടുത്ത എന്തോ പൂർണ്ണമായും എൻ്റെ മനസ്സ് അതിന് അനുവദിക്കുന്നില്ല. പറ്റില്ല എന്നവളോട് എനിക്കപ്പം തന്നെ പറയായിരുന്നു. പക്ഷേ ഞാനത് പറയാത്തത് എൻ്റെ ആ ഒരു നോ കൊണ്ട് എൻ്റെ വീട് ഒരു മരണ വീടാകുമെന്നുള്ള പേടിയുണ്ടാ. അവൾ പറയുന്നത് വേണ്ടാന്ന് പറയാം, വേണേൽ തല്ലി അനുസരിപ്പിക്കാം. പക്ഷേ ഇന്നലെ അവൾ പറഞ്ഞത് നാളെ അവൾ ചെയ്തു കാണിച്ചാൽ പിന്നെ മനസ്സമാധാനം എന്തെന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിയില്ല. ഞാൻ മാത്രമല്ല, നെല്ലിശ്ശേരിയിൽ ആരും. ഒരു ചേട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് സ്നേഹയുടെ കാര്യങ്ങൾ നോക്കേണ്ട ആളാ ഞാൻ. ഇങ്ങനൊരു പ്രതിസന്ധി വന്നപ്പോൾ
ഞാൻ അവളെക്കാൾ കുട്ടിയായിപ്പോയി. ജീവിതത്തിൽ ഇങ്ങനെയുള്ള അവസ്ഥകൾ വരുമ്പോഴാണ് മനുഷ്യനൊന്നുമല്ല എന്നുള്ള തിരിച്ചറിവുകൾ ഉണ്ടാവുന്നത്. സന്ധ്യ പറയ്, ഞാൻ എന്ത് തീരുമാനം എടുക്കണം? ധനുഷിനെ പുറത്തിറക്കണം, അതോ ഒരു പരീക്ഷണത്തിനായി സ്നേഹയോട് പറ്റില്ല എന്ന് പറയണോ? സന്ധ്യ ആലോചിച്ച് പറഞ്ഞാൽ മതി. എനിക്കറിയാം ഡോക്ടർ അബ്ദുൽ ഖാദറിനെ. ഒരു തവണയെ ഞാൻ അവനെ കണ്ടിട്ടുള്ളൂ, ഒരൊറ്റ തവണ, അവൻ്റെ മരണസമയത്ത്. നേരിട്ട് കാണുമ്പോൾ ഞാനും അവന് വണ്ടിയിലായിരുന്നു. ഞാൻ ഇടിച്ച വണ്ടിയിലും അവൻ ഇടികൊണ്ട വണ്ടിയിലും. ഞാൻ തന്നെയാ അബ്ദുൽ ഖാദറിനെ കൊന്നത്. എന്റെ ഇക്കയെ കൊന്നവനാ ധനുഷ്. ഞാൻ ഇത്രയും നാൾ തേടി നടന്നവൻ. അവൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന ദിവസം തന്നെ ഞാൻ അവന് വേണ്ടി വിധി എഴുതിയിരുന്നത്. ആരും അറിയാതെ അവനെ ജാമ്യത്തിലെടുക്കാനിരുന്ന എന്റെ ഉറച്ച മനസ്സ് ഇപ്പോൾ ആശയക്കുഴപ്പത്തിലായിരിക്കുന്നു. നന്ദന്റെ മനസ്സിലെ വിഷമമാണ് എന്നോട് പറഞ്ഞതെന്നും ഞാൻ മനസ്സിലാക്കുന്നു. സ്നേഹത്തിന് വേണ്ടി നന്ദൻ ചിലപ്പോൾ ധനുഷിനെ ജാമ്യത്തിലിറക്കും. അങ്ങനെ വന്നാൽ എല്ലാവരിൽ നിന്നും രക്ഷപ്പെടാൻ അവൻ സ്നേഹമൊത്തൊരു ജീവിതത്തിനായിരിക്കും ആദ്യം നോക്കുന്നത്. അതിനുശേഷം അവനൊന്നും ചെയ്യാൻ എനിക്കാവില്ല. പിന്നീട് ഞാനത് ചെയ്യുന്നത് സ്നേഹയും നന്ദനെയും അച്ഛനെയും അർച്ചനയും ഉൾപ്പെടെ എല്ലാവരെയും ചതിക്കുന്നതാവും. സ്നേഹ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞതുകൊണ്ട് നന്ദൻ ധനുഷിന് വേണ്ടി ഇറങ്ങും. നന്ദന്റെ കൂടെ ഞാനും ഇറങ്ങണം. ജയിലിൽ നിന്ന് അവൻ ജാമ്യത്തിനിറങ്ങുമ്പോൾ ആരും അറിയാതെ അവനെ പൊക്കണം. എന്നിട്ടാണ് സന്ധ്യയുടെ പ്രതികാരം. അവൻ മരിക്കുന്നതോടെ എൻ്റെ കാത്തിരിപ്പിന് അവസാനവും സ്നേഹയുടെ പുതിയ ജീവിതത്തിന് തുടക്കമാവും. എൻ്റെ ഇക്കയുടെ മരണത്തിന് ഉത്തരവാദിയെ ഞാൻ കൊല്ലുമ്പോൾ നെല്ലിശ്ശേരി എന്ന വീട്ടിലെ സേതു എന്ന വലിയ മനുഷ്യനോടുള്ള എൻ്റെ കടപ്പാടും പൂർണ്ണമാവും. ധനുഷിൽ നിന്ന് ഞാൻ സ്നേഹയും ആ കുടുംബത്തെ രക്ഷിക്കുന്നതാണ് എന്നെ വളർത്തി വലുതാക്കിയ എൻ്റെ സ്പോൺസർ നെല്ലിശ്ശേരി സേതുമാധവൻ എന്ന ആ വലിയ മനുഷ്യനോട് ഞാൻ തിരികെ ചെയ്യാൻ പോകുന്ന ഉപകാരം. നന്ദനോടൊപ്പം നിന്ന് ധനുഷിനെ ഇറക്കണം. എന്നിട്ട് ആരും അറിയാതെ അവനെ കൊല്ലണം. സന്ധ്യ, സന്ധ്യയും എന്നെപ്പോലെ കൺഫ്യൂസ്ഡ് ആയില്ലേ? ഞാൻ ചോദിച്ചതിന് വ്യക്തമായൊരു ഉത്തരം ഇല്ലെന്ന് എനിക്കറിയാം. പരീക്ഷണങ്ങളല്ലേ ഉള്ളൂ. അതുകൊണ്ട് എന്ത് വേണമെന്ന് നമുക്ക് നല്ല പോലെ ഒന്നുകൂടി ആലോചിക്കാം, എന്നിട്ടൊരു തീരുമാനത്തിലെത്താം. ഇനി ആലോചിക്കാൻ ഒന്നുമില്ല നന്ദ. ധനുഷിന് പുറത്തിറക്കണം. അവനോടൊപ്പം സ്നേഹയെ വിടണോ വേണ്ടേന്ന് നമുക്ക് പിന്നീട് ആലോചിക്കാം. അവനെ നന്ദൻ ജാമ്യത്തിലിറക്കുമെന്ന് സ്നേഹയോട് പറയണം. അതോടെ അവൾ ആത്മഹത്യയെക്കുറിച്ച് മറന്നു തുടങ്ങും. അവൻ പുറത്തിറങ്ങിയതിന് ശേഷം അവൻ്റെ ഉദ്ദേശം എന്തെന്ന് നമുക്കറിയില്ലല്ലോ. എനിക്കറിയാം, നന്ദൻ വന്ന് എന്നോട് അഭിപ്രായം ചോദിക്കുമ്പോഴും ധനുഷിനെ ജാമ്യത്തിലിറക്കണമെന്നും സ്നേഹയെ രക്ഷിക്കണമെന്നും നന്ദനെ ഏറെക്കുറെ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. നന്ദന്റെ കുറ്റബോധം തന്നെയാണ് ആ കുടുംബത്തിനോടുള്ള നന്ദന്റെ സ്നേഹവും. ചിലപ്പോ ഇതറിയുന്നവർ നന്ദനെ കുറ്റപ്പെടുത്തിയെന്ന് വരും. അവസാനം എല്ലാം ഒരു തീരുമാനത്തിലെത്തുമ്പോൾ എല്ലാവർക്കും ബോധ്യാവും നന്ദൻ ചെയ്തതാണ് ശരിയെന്ന്.
ആ ബോധ്യത്തിൽ സ്നേഹയെ പഴയതുപോലെ നിങ്ങൾക്ക് കിട്ടും. എല്ലാത്തിനും നന്ദന്റെ കൂടെ ഞാനുണ്ട്. അത് ഞാനും നന്ദനും തമ്മിലുള്ള ഇനിയും പേരിടാനാവാത്ത ബന്ധം കൊണ്ട് മാത്രമല്ല, നെല്ലിശ്ശേരി എന്ന കുടുംബത്തിനെ രക്ഷിക്കാനുള്ള ബാധ്യത എനിക്കും കുറച്ചൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു അഭിപ്രായം പറയുന്നതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറയട്ടെ. നന്ദൻ അമിതമായി സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാനും കൂടി ഉണ്ടെങ്കിൽ എന്നെ അതിൽ നിന്ന് ഒഴിവാക്കണം. അത് മറ്റൊന്നും കൊണ്ടല്ല. ഇനിയുള്ള എൻ്റെ ജീവിതം എങ്ങനെയാവുമെന്ന് എനിക്കറിയാം. എൻ്റെ ഇക്കയെ കൊന്നയാളെ ഉടനെ ഞാൻ കാണും. ആ കൂടിക്കാഴ്ച അവസാനിക്കുന്നത് ഡോക്ടർ സന്ധ്യ ഒരു കൊലപാതകി എന്ന പേര് സ്വീകരിച്ചാവും. അങ്ങനൊരു പേര് ഞാനായിട്ടുണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു ബന്ധത്തിൻ്റെയും ഭാരം എൻ്റെ ചുമലിലുണ്ടാവരുത്. അത് എൻ്റെ ധൈര്യം ചോർത്തിയെന്ന് വരും. അതുകൊണ്ടാ സന്ധ്യയുടെ ഭർത്താവിനെ കൊലപ്പെടുത്തിയവനോട് ക്ഷമിക്കണമെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. ആ കണക്ക് തീർക്കുമ്പോൾ ഈ ഞാനും കാണും സന്ധ്യയുടെ കൂടെ. കാത്തിരിക്കുന്നു എന്നൊരു വാക്ക് പറയുന്നതിനപ്പുറം തന്നെ രക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുന്ന ഒരാൾ എന്നൊരു പരിഗണന മാത്രം സന്ധ്യ എനിക്ക് തന്നാൽ മതി. ജീവപര്യന്തം എന്നൊരു വിധിക്ക് ഒരിക്കലും വിട്ടുകൊടുക്കില്ല ഞാൻ സന്ധ്യയെ. എൻ്റെ പണവും സ്വാധീനവും മുഴുവനും ഞാൻ അതിനായി വിനിയോഗിച്ചിട്ടും എന്നെക്കൊണ്ട് അതിന് പറ്റാതെ വന്ന കാത്തിരിക്കും ഞാൻ എത്ര വർഷം വേണമെങ്കിലും. അതിനുള്ള അനുവാദം മാത്രം സന്ധ്യ എനിക്ക് നിഷേധിക്കരുത്. നാളെ കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമാണ്. രാവിലെ റെഡി ആവണം. ഫസ്റ്റ് വാക്സിൻ ആയതുകൊണ്ട് കുറച്ച് നേരത്തെ എത്താൻ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു. ഞാൻ രാവിലെ റെഡിയാവാം. ഞാൻ ഈ കാര്യം ഏട്ടത്തിയോടും കൂടി പറഞ്ഞിട്ട് വരാം. എന്തിന്? നമ്മൾ നമ്മുടെ മോളെ വാക്സിൻ എടുക്കാൻ കൊണ്ടുപോകുന്നതിന് ചേച്ചിയോട് എന്തിനാ പറയുന്നേ? ഏട്ടത്തിയും കൂടി വന്നാലേ ശരിയാവും. എന്ത് ശരിയാവുള്ളൂ ഈ പറയുന്നേ? അതിരെ പറയുന്ന കേക്ക്. കുഞ്ഞവിടെ കിടന്ന് കരഞ്ഞാ നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല. അതുകൊണ്ട് ഏട്ടത്തിയും കൂടെ കൊണ്ടുപോവാ. നാളെ അവിടെ നമ്മുടെ കുഞ്ഞ് മാത്രമല്ല വരുന്നത്, ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടാവും. അവരൊക്കെ ചിലപ്പോ കരഞ്ഞൊന്നും വരും എന്ന് കരുതി എല്ലാ കുഞ്ഞുങ്ങളുടെ അമ്മമാരും ആ കുഞ്ഞുങ്ങളുടെയൊക്കെ വല്യമ്മമാരെയും കൊണ്ടാണോ ഹോസ്പിറ്റലിൽ വരുന്നത്? എന്റെ കുഞ്ഞിനി കരഞ്ഞാലും എന്ത് വേണോന്ന് എനിക്കറിയാം. നീ എന്തിനെത്ര വാശി കാണിക്കുന്നത്? ഇപ്പോ ഏട്ടത്തിയും കൂടി വന്നാ എന്താ കുഴപ്പം? അവരും കൂടി വരണോന്ന് സന്ധ്യ എന്തിനാ എത്ര നിർബന്ധം പിടിക്കുന്ന? നാളെ നമ്മുടെ മോളെ കൊണ്ട് നമ്മൾ മാത്രം പോവും, മറ്റാരും വരണ്ട. അതെനിക്ക് ഇഷ്ടമല്ല. നോക്ക്, ആദ്യമായിട്ട് നമ്മൾ വാക്സിൻ എടുക്കാൻ പോകുന്നത്. അപ്പോ അവിടെ എങ്ങനെയാണെന്നോ എത്ര സമയം എടുക്കുമെന്നോ നമുക്ക് അറിയില്ല. എന്റെ ചേച്ചിക്ക് അതൊക്കെ പിന്നെ കൃത്യമായിട്ട് അറിയായിരിക്കും. കാരണം ആ ഹോസ്പിറ്റലിലെ ഹെഡ് നഴ്സ് ആയിരുന്നല്ലോ പണ്ട്, അല്ലേ? ഇങ്ങനെ ഒറ്റയ്ക്ക് കൊണ്ടുപോയി തന്നെയാ സന്ദീപെ എല്ലാവരും പഠിക്കുന്നത്. അല്ലാതെ ഇത് കാര്യങ്ങളും വന്ന് പഠിപ്പിച്ചു തരുമോ? ഇനി അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നാളെ ഒറ്റ പ്രാവശ്യത്തേക്ക്, നാളെ ആദ്യം ആയതുകൊണ്ട് ഒരു തവണത്തേക്ക് അമ്മയോടൊപ്പം വല്യമ്മയും കൂടെ വന്നോട്ടെ. ഇത് സന്ദീപ് നിർബന്ധം പിടിച്ചുകൊണ്ട് മാത്രം കേട്ടോ. മതി, നാളെ ഒരു ദിവസത്തേക്ക് മാത്രം മതി. പാവം ഏട്ടത്തിക്ക് അത് സന്തോഷമാവും. ഞാനെന്നാ അർച്ചനേട്ടത്തിയൊരു വിവരം പറഞ്ഞിട്ട് വരാം. അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അല്ല, അപ്പൊ പറയണ്ടേ? ഏട്ടത്തിക്ക് രാവിലെ വേറെ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിലോ? ആ കാര്യം ഉണ്ടെങ്കിൽ അതങ്ങ് ചെയ്യാൻ പറഞ്ഞാൽ മതി.
ഞാൻ പറഞ്ഞത് എന്റെ ചേച്ചിയെ കൊണ്ടുവന്ന കാര്യമല്ല, അവളുടെ മൂത്ത വെല്ലുമ്മയായ അവന്തികേട്ടത്തെ കൊണ്ടുവന്ന കാര്യ. ഞാൻ പറഞ്ഞത് സന്ദീപ് തെറ്റിദ്ധരിച്ചെന്നാ എനിക്ക് തോന്നുന്നത്. ആരെങ്കിലും കൂടെ വന്നാ പോരെ? ദേ, നീ കൂടുതൽ വർത്താനം പറയണ്ട. നിന്നോട് വന്ന അഭിപ്രായം ചോദിച്ചത് എന്റെ തെറ്റ്. ദേ, എന്ത് വേണമെന്നേ എനിക്കറിയാം. ഞാൻ പറയുന്നത് നീ അങ്ങ് അനുസരിച്ചാ മതി. നാളെ നമ്മളോടൊപ്പം ഏട്ടത്തി ഉണ്ടാവും. ഇനി നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ വരണ്ട. ഞാനും ഏട്ടത്തിയും കൂടെ പൊയ്ക്കോളാം. സന്ദീപ്, ഏട്ടത്തി, ഏട്ടത്തി. ആ ഏട്ടത്തി, നാളെ കുഞ്ഞിന് ഫസ്റ്റ് വാക്സിൻ കൊടുക്കേണ്ട ദിവസം. അന്നത്തെ പോലെ കുഞ്ഞ് കരയോ മറ്റോ ചെയ്താ ആതിരെ കൊണ്ട് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നാളെ ഏട്ടത്തിയും കൂടെ ഞങ്ങളോട് ഹോസ്പിറ്റലിലേക്ക് വരണം.